അയ്യോ, എന്തു പറ്റി? ഒരു എങ്കിലെന്തോ വന്നാൽ എന്നുവെച്ചാ 4-ാമത്തെ വയസ്സില് തള്ളയുടെ മുലയെന്ന് പറിച്ചോണ്ട് വന്നതാ ഞാൻ അവനെ. ഈ ജോസിനെ വനത്തില് എന്റെ ഏറുമാടത്തിന്റെ ചോട്ടിൽ എച്ചിപ്പാത്ത മേടയ്ക്ക് വളർന്ന് ചെറുക്കനാ. എന്നിട്ട് അവൻ എന്നോട് തന്റെ ശോകം വേണ്ട. അപ്പിച്ചാടി ശരീരക്കൂറിന് ശോകം ചേരില്ല. ഭദ്രേ, നിനക്ക് ഓർമ്മയില്ലടി? കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്ത ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിറ്റ് നീര് പൊടിച്ചിട്ടില്ല ഈ കശ്മലന്റെ കണ്ണീന്ന്. അഭിജയ്, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്കാരോടെങ്കിലും ഒരല്പം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട്, ഭദ്രയോട്, ഇടക്കാലം കൊണ്ട് ലേശം പൊട്ടിക്ക് ഇവളോട്, നിർമ്മല ജോണിനോട്. വന്നേ, തീരുമാനിക്കാനുണ്ട്. ബാലു വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ ബൂസ്, നോ സ്പ്ലിഫ്, നോ സ്റ്റഫ്. അതാ സേതുവിന്റെ പുതിയ കോഡ്, പുതിയ നിയമം ഫോർ ഹെലൻ കോദ. എടി, നീ ഇത് കത്തിക്കണ്ട. നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി, 1 മൈൽ ദൂരെ ഇതിന്റെ ചൂര് കിട്ടും ഈ പുല്ലിന്റെ. എനിക്ക് അപ്പിച്ചായിക്കും ഒക്കെ. അമൃതയായിട്ട് അല്പം വൈകി പോയെന്ന് വെച്ച് നിന്നെ നിൽപ്പി കാലം ചെയ്ത് പോകത്തൊന്നുമില്ല നിന്റെ ഈ രാജാവ്. നീ ഇങ്ങനെ കിണ്ടി കോളാമ്പി പിടിച്ച് വാല നിൽക്കാതെ പൊയ്ക്കോ. എന്താ സേതു, മൊത്തത്തിലൊരു കോൺസ്പിറസി മൂഡ്? ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല എന്ന്. എന്താടാ, എനിത്തിങ് ഗ്രോസ്? യെസ്, കമ്പിളി കണ്ടം ജോ. അപ്പിച്ചായി കാടിറങ്ങിയ കാലം മുതല് ഹൈറേഞ്ചില് ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെയും അംബാസഡർ അവനാ ജോസ്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു. കൊടും കാട് കയറി കൃഷി ഇറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു. നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെലൻ. അതാണ് സിസ്റ്റം. ജോസ് വാസ് ലോയൽ, ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിനപ്പുറം നിന്നുള്ള തമിഴന്മാര്, രാമേശ്വരം, ധനുഷ്കോടി വഴി കടലിനപ്പുറം നിന്നുള്ള അവരുടെ ലിങ്കുകൾ, അവരിപ്പോൾ ജോസിനൊരു വല വിരിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി ഓഫർ. വലയിൽ വീണു പോകാതിരിക്കാൻ ജോസിന് പറ്റില്ല. അവൻ അതിന് ആഗ്രഹവും ഇല്ല. ഹീസ് ജസ്റ്റിഫൈഡ്. ഒരുപാട് വളരാൻ മോഹിച്ചു പോയാ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല. അത് ഞാനായാലും നീ ആയാലും. ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തില്. അത് മറന്നേക്ക്. ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ജോസുമാരുണ്ടായി വരും പിന്നാലെ. കൂട്ടം തെറ്റാൻ ഐ വാണ്ട് എ പോലീസ് ഓപ്പറേഷൻ. എന്തായടാ, ട്രേസ് ചെയ്തോ? യെസ്. യുവർ ടാസ്ക് ഡൺ. ആട്ടോ. എന്നാ ബാക്കിന് വെച്ചോ. ജോസേ,
നോക്കി നിൽക്കാതെ ഒരു കൈ ഒന്ന് പിടിക്കാൻ മേലുള്ളൂ. മാറങ്ങോട്ട്. അല്ല പിന്നെ നരി വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൂനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോ കുറുപ്പേട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് വിചാരിച്ചു. അതെങ്ങനാ കുഞ്ഞെ? ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുക ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിക്കട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറുപ്പേ എന്റെ അച്ഛൻ ചെറുക്കനെയും പിക്കപ്പ് ചെയ്യാൻ നല്ല സർക്കാർ വണ്ടി അവര് വല്ല ടാക്സി പിടിച്ചു വന്നോളുന്നു അല്ലേ? അപ്പോ സത്യം വന്നാട്ടെ. മിടുക്കന് വരൂ. ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരുത്തരും വേറെ താമസിച്ചിട്ടില്ല. തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടേഴ്സ് ഒന്നും ഇപ്പൊ എസ് ഐമാർക്ക് പോലും വേണ്ട. ആ അത്തേക്ക് വെച്ചോളൂ വീട്ടിൽ നിന്നാ. ആ എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട്? സാറ് കേക്കുകയല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാവാൻ പോണില്ല. വന്നിറങ്ങി 2 ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. തേ പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. ഹലോ, എങ്ങനെ 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 ഏത് ചെക്ക് പോസ്റ്റില് എത്ര ലോഡ്? ആ നമുക്ക് പിടിക്കാന്ന്. അല്ലല്ലേ കുടിച്ചാൽ ആള് തട്ടി പോകുന്ന കേസൊന്നുമല്ലല്ലേ? അല്ല അങ്ങനെ റേറ്റ് കൂടും അതാ. അയ്യോ നീ ചാടിക്കൊരു കാശൊന്നും ഫിക്സ് ചെയ്യണല്ലേ? നമുക്ക് പേശാം, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ചതിച്ച മാതാവ്. എന്റെ പൊന്ന് സാറേ, ഐസിടാത്ത മീനാണ്. ചെയ്യുന്നതിന് മുമ്പ് വെക്കം വിട്ടേക്കണം സാറേ. എന്നാ പിന്നെ വണ്ടി സ്റ്റേഷനിലോട്ടാണ് അറിയി. ഞങ്ങൾ സർക്കാർ ഒരു AC ഒഴുതി തരാം നിന്റെ ഉണക്കം വെട്ടിയുടെ മൂട്ടിലോട്ട്. അല്ലേ മോളാ ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. സാറേ വണ്ടി സ്റ്റാൻഡിൽ നിന്റെ തല എവിടാ? തല തല എവിടാന്ന് ചോദിച്ചപ്പോ തല തല എവിടാന്ന് ചന്തിക്കുകയാടാ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത്. എന്റെ പൊന്ന് സാറേ. നേരെ ഹെൽമെറ്റ് നോട്ട് യൂസിങ് ആൻഡ് ഇല്ലജബിൾ നമ്പർ പ്ലേറ്റ്. ഒരു 500 എഴുതി കൂടെ. അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരിങ്ങനെ ഉറി പോലെ നിക്കുമ്പോ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കെ. പിന്നെ വണ്ടി പിടിക്കാനാ നല്ല ബെസ്റ്റ് പിള്ളേരെ ചെയ്തു. ആ ചേച്ചി വൈകിട്ട് തന്നെ വിളിക്കും. ആ എന്താണ് എന്താണ് ഇത്? പൈസ പൈസ ചെതുപ്പനെടുത്ത് മാറ്റാ. ആ നേരെ ഒരു 100 എഴുതിട്ട് ബുക്കും പേപ്പറും കൊടുത്തേ. അയ്യോ സാർ ഇനി പോടാ 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 പോടാന്നറി. അതെ ചായ കാശ് കൊടുത്ത് പോയിക്കോ. ഫോൺ നമ്പർ വാങ്ങിച്ചോ. ആ എങ്ങനെയാടി റെഡ് ലേബലിന്റെ പട്ടി കുടിക്കും, നീ ബ്ലൂ ലേബിൾ കയറാൻ പറഞ്ഞിട്ട് ഞാൻ തനിക്ക് ദൂരം വിട്ടുന്നോ? ഒന്ന് തീർപ്പാക്കി വിട്ടേക്കണേ സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളക്കൂടത്തിൽ എത്തിക്കാനുള്ളതാ. ശാന്ത ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃത്യസമയത്ത് അങ്ങോട്ട് വളർത്തിയില്ല വെറ്റാണ് തല പൊട്ടി തെറിച്ചു പോവോ? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ, ദയവ് ചെയ്ത് മര്യാദയോട് പറയരുത്. അയ്യോ ചവിടല്ലേ സാറേ, കൊടൽ ഓപ്പറേഷൻ കഴിഞ്ഞാളാ. പോലീസിന് മര്യാദ പഠിപ്പിക്കുന്നതാ. എന്താണത്? എവിടാ എവിടാ എവിടെ നിന്നെ ഇടിക്കരുത്? എവിടെ നിന്നെ ഇടിക്കരുത്? സാറേ ഇന്നലെ രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ. കട വന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാം സാറേ. കടവർന്ന് മാറ്റിയിട്ട് വണ്ടി എടുത്താ സാറേ, എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ എത്തിക്കാനുള്ള ഒരു 500 നോ ഇൻഡിക്കേറ്റർ ഓവർലോഡ്. സാറേ ചതിക്കല്ലേ, വണ്ടിയുടെ തിരിച്ചെടുക്കാനുള്ള കാശാ. കൈവായ്പ വാങ്ങി പിടിക്കുന്നോടോ? പട്ടി തല്ലുന്നോടാ എന്റെ കാശും പിടിച്ചു കൊടുത്തിട്ട്. വിളിക്കണം ഐജിയെ. എന്റെ പൊന്നു സാറേ, ഞാൻ
നരേ വേണ്ട ചുമ്മാ നാറാൻ നിക്കണ്ട. നായരെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട്. പോലീസ് അവസ്ഥ കൈവച്ചിട്ട് മൂട്ടോട്ട് വിളിക്കത്തോളാം. നരേ മാറ്. സാറേ, കാര്യം എന്തായാലും ഇനി തൊട്ടു പോരുത് ഈ പാവത്തിന്. ഹലോ 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 സാർ 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 ഒറ്റ മിനിറ്റ് സാർ. നരി മാറൻ. അയ്യോ വേണ്ട സാറേ, വിട്ടേക്ക് സാറേ. സാർ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടുപോയി തിന്നട്ട പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ. വല്ല ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിന്ന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. ഗുഡ് മോർണിംഗ് സർ. ആ എന്താടാ, തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ? സർ പക്ഷേ പോസ്റ്റിംഗ്. ആ സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ, Where the hell are you? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തരവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം? സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷെയിംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെന്ന്. സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ. ആർ യു നോട്ട് അഷെയിംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഈ നാരുടെ കൊമ്പിൽ ആഹാ തൊട്ടുപോലവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ്, സർ. നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ, കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി ടേക്ക് ഇറ്റ്, സാർ ടേക്ക് ഇറ്റ് ഐ സെറ്റ്.